السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയ ശ്രോതാക്കളെ, നമ്മുടെ ഇപ്പോഴത്തെ വിഷയം വുളൂഇനെ പറ്റിയാണ്. മുൻകൈ കഴുകുന്നതിനെപ്പറ്റിയും വായിൽ വെള്ളം കുപ്പിളിക്കുന്നതിനെപ്പറ്റിയും വളരെ ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞു. കാരണം വിശദീകരിച്ച് പറയാൻ പറ്റുന്നില്ല, അത് വളരെയധികം നീണ്ടുപോകും. ചുരുക്കി പറഞ്ഞാലും നീളും. അതുകൊണ്ട് കഴിവതും ചുരുക്കുന്നുണ്ട്. ഇനി ഈ വായിൽ വെള്ളം കുപ്പിളിക്കുന്നതോടൊപ്പം നാം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു. ഇങ്ങനെ ചെയ്യുന്നതിൽ അനേകം മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് ശാസ്ത്രീയമായി പ്രൂവായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഗവേഷകർ, ശാസ്ത്രജ്ഞന്മാർ അവരുടെ റീസർച്ചിൽ അവർക്ക് ലഭിച്ച കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് മാത്രം പറയുന്നു. അവർ പറയുന്നത് സ്നഫിങ് വാട്ടർ ഇൻടു നോസ് ആൻഡ് ദെൻ എക്സ്പെല്ലിങ് ഇറ്റ് ഹാസ് മെനി മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്നാണ്. ഈ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിൽ ഒരുപാട് ഔഷധ ഫലങ്ങൾ ഉണ്ട്, ആരോഗ്യ ഫലങ്ങൾ ഉണ്ട്. അതായത് ഈ മൂക്കിൽ മ്യൂക്കസ് അവിടെ കട്ട കെട്ടി ചിലപ്പോൾ കിടക്കുന്നുണ്ട്. അത് അങ്ങനെ മൂക്കിൻ്റെ അകത്ത് അങ്ങനെ തന്നെ നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതിനെ കംപ്ലീറ്റ്ലി പുറത്ത് കൊണ്ടുവരുന്നുണ്ട് ഈ മൂക്കിൽ. അതായത് ഈ മൂക്കിൽ നാം വെള്ളം കയറ്റി ചീറ്റുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ മൂക്കിൻ്റെ അകത്ത് മ്യൂക്കസ് ലൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതിൽ ചില ഡസ്റ്റുകൾ, പൊടികളൊക്കെ അവിടെ ഒട്ടിപ്പിടിക്കും. ഇത് മുഖേന ആ പൊടികളെല്ലാം പരിപൂർണമായി പുറത്തു വരുന്നുണ്ട് എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവിടെ അതിസൂക്ഷ്മമായ രോഗാണുക്കളും പൂപ്പലുകളും ഫംഗസുകളും ഉണ്ടാകും. അതൊക്കെ അവിടുന്ന് ഇങ്ങനെ ഈ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് കൊണ്ട് അവകളില്ലാണ്ടാകുന്നു. പിന്നെ മൂക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് ഡ്രൈ ആണ് വേണ്ടത്. അപ്പോൾ ഈ ഡ്രൈ അത്ര നല്ലതല്ല എന്നാ പറയുന്നത്. നേരെ മറിച്ച് അവിടെ ഇങ്ങനെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് കൊണ്ട് അതിൻ്റെ ലൈനിങ്സ് ഒക്കെ വളരെ നന്നായി ക്ലീൻ ആകുന്നുണ്ട്, ശുദ്ധിയാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നാം ചെയ്യുന്നതൊക്കെ ഇതൊരു ഇബാദത്തായിട്ടാണ് ചെയ്യുന്നത്. മുൻകൈ കഴുകുന്നു, വായിൽ വെള്ളം കുപ്പിളിക്കുന്നു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു. ഇതൊക്കെ ഒരു ഇബാദത്തായിട്ടാണ് ചെയ്യുന്ന. പക്ഷേ അതിലൊക്കെ ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. അതിനിപ്പോൾ റീസർച്ച് ചെയ്ത് കണ്ടെത്തി ശാസ്ത്രജ്ഞർ പലരും ഇതിനെപ്പറ്റി അവർ ഗ്രന്ഥങ്ങളും ആർട്ടിക്കിൾസുകളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നിസ്കരിക്കുന്നവരെയും നിസ്കരിക്കാത്തവരെയും, മുസ്ലിമുകളിലും നിസ്കരിക്കാത്തവരുണ്ടല്ലോ, അവരെ ഒരുമിച്ച് കൂട്ടി ഒരു പഠനം നടത്തിയിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നവരെ നിസ്കാരത്തിന് നിർബന്ധമായിട്ടും വുളൂ ചെയ്യണം. അങ്ങനെ അവരിൽ പരിശോധിച്ചപ്പോഴേക്ക് അത്തരം നിസ്കരിക്കുന്ന ആൾക്കാരുടെ മൂക്ക് വളരെ ശുദ്ധമാണ്. അതിൻ്റെ അകത്ത് യാതൊരു ബാക്ടീരിയകളും
ഇല്ല എന്നാണ് അവർ കണ്ടെത്തിയത്. ചിലപ്പോൾ അത്തരം ആൾക്കാരിലും നിസ്കരിക്കുന്നവരിലും ബാക്ടീരിയകൾ കണ്ടുവരുന്നുണ്ട്. അവരെ വെള്ളം കൊടുത്ത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാൻ പറഞ്ഞപ്പോഴേക്ക് ആ ബാക്ടീരിയകൾ, ആ രോഗാണുക്കൾ പുറത്തു വരുന്നതായും അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചുരുക്കത്തിൽ നമുക്കിതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ഓരോ പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ശ്രോതാക്കൾക്ക് ഇത് എത്രമാത്രം ഈ പറയുന്നത് കൂടുമോ എന്നുള്ള ഒരു ഭയവും എനിക്കുണ്ട്. അതുകൊണ്ടാണ് വളരെ ചുരുക്കി പറയുന്നത്. നമ്മുടെ ശ്വാസകോശത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ശുദ്ധമായ വായുവാണ് വേണ്ടത്. അതുകൊണ്ട് ഈ നമ്മുടെ മൂക്ക് അതിനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. പിന്നെ എന്തൊക്കെ അതിൽ ഉണ്ട്, അതിൻ്റെ ഉദ്ദേശം എന്ന് അള്ളാഹ്ക്ക് മാത്രം അറിയാം. എങ്കിലും കാരണം അതിന് കിട്ടേണ്ട, ശ്വാസകോശത്തിന് ലങ്സിന് കിട്ടേണ്ട ആ വായുകളെ, എയറുകളെ ഇത് ഈ മൂക്ക് ശുദ്ധീകരിക്കുന്നുണ്ട്. അതായത് പറയുന്നത് ഈ മൂക്കിൻ്റെ അകത്ത് 1 ലിറ്ററും ചില്ലര ഈർപ്പങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇത് അത്തരം ഡേർട്ടിനെസ്, അഴുക്കുകളൊക്കെ തടയുന്നു ഈർപ്പം. കാരണം അതിൻ്റെ അകത്ത്, ഈ മൂക്കിൻ്റെ അകത്ത് മൈക്രോസ്കോപ്പിക് ഒരു ബ്രഷ് ഉണ്ട്. ആ ബ്രഷുകൾക്ക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് ഉള്ള ബ്രഷുകൾ അത്തരം എല്ലാ ബാക്ടീരിയകളെയും അത് തടയുന്നു. എന്നിട്ട് അത് അങ്ങോളം ശ്വാസകോശത്തോളം അത് ശുദ്ധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തോളമുണ്ട്, അതിൻ്റെ ഇന്നർ സൈഡോളമുണ്ട് ഈ ഹെയറുകൾ. ഹെയർ എന്ന് പറഞ്ഞാൽ എയറല്ല, ഈ നാം പറയുന്ന മുടി എന്ന് പറയുന്നില്ലേ, രോമം, അതുണ്ട്. അതിൻ്റെ പുറത്ത് കാണുന്നതിനെ നാം ഫിഖ്ഹിലൊക്കെ പറയുന്നത് അതിനവിടുന്ന് പുറത്ത് കാണുന്നത് അത്ര നന്നല്ല, അതിനവിടുന്ന് ഇല്ലാണ്ടാക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ അകത്തോളം അത് അല്ലാഹു തആല അവിടെ സൃഷ്ടിച്ചത്, അതിലൊരുപാട് സീക്രട്സുകളുണ്ട് നമ്മുടെ നന്മയ്ക്കായിട്ടുള്ള. എന്ന് മാത്രമല്ല, ഈ മൂക്കിൻ്റെ അകത്ത് ഒരു എൻസൈമും കൂടി ഉണ്ടാകുന്നു. ആ എൻസൈം മൂക്കിന് മാത്രമല്ല നമ്മുടെ കണ്ണുകളെയും അത് ഇൻഫെക്ഷനുകളെ തൊട്ട് അത് കാത്തു സൂക്ഷിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ മൂക്കിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മുടെ കണ്ണിനും കൂടി ഈ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുന്നത് വളരെ നല്ലതാണ്. പിന്നീടും ഒരുപാട് രോഗങ്ങളെ ഇത് തടയുന്നു എന്നും പറയുന്നു. ചുരുക്കത്തിൽ അല്ലാഹു തആല ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ നമ്മുടെ അടുത്ത് പറഞ്ഞോ, അതിലൊക്കെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഫലങ്ങൾ ഉണ്ട്. പക്ഷേ നമ്മുടെ ഫിഖ്ഹിൽ പറഞ്ഞതുപോലെ, കർമ്മശാസ്ത്രത്തിൽ പറഞ്ഞതുപോലെ ആയിരിക്കണം നാം വുളു ഉണ്ടാക്കേണ്ടത്. പലരും ഉണ്ടാക്കുന്നുണ്ട് വുളു, പക്ഷേ ആ ഫിഖ്ഹിൽ പറഞ്ഞതുപോലെ ആ തനതായ രൂപത്തിൽ പലപ്പോഴും ആകുന്നില്ല. ആകാത്തപ്പോൾ ഇങ്ങനെയുള്ള ഈ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ കിട്ടിക്കൊള്ളണം എന്നില്ല. അതിൻ്റെ സുന്നത്തായ രൂപങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫർളുണ്ട്, സുന്നത്തുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കംപ്ലീറ്റ്ലി ചെയ്യുമ്പോഴേക്കാണ് നമുക്കതിൻ്റെ ശരിയായ പ്രതിഫലം കിട്ടുന്നത്. അതോടൊപ്പം നമുക്ക് ശരിയായ അതിൻ്റെ ബെനിഫിറ്റ്സുകളും കിട്ടുന്നത്. അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഓരോ പ്രോസസ്സിനെ പറ്റി പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് നീളും. അതുകൊണ്ട് ചുരുക്കി ഒരു ക്ലാസ്സും കൂടി ഞാൻ ഈ വുളുവിനെ പറ്റി എടുക്കുന്നുണ്ട്. അങ്ങനെ അതിനെ വിശദമായി പറഞ്ഞാൽ ഏകദേശം 1 മാസത്തോളം ക്ലാസ്സുകൾ നീളും. അത്
അത്ര രസിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ്സിൽ പല കാര്യങ്ങളും ഞാൻ പറയുന്നു. ഇത്തരം കാര്യങ്ങൾ നന്നായി പഠിക്കണം. വിജ്ഞാനം നമുക്ക് ഏറ്റവും വലിയ സമ്പത്താണ്. ഇവിടെ സമ്പത്ത് നല്ല തന്നെ ആണ്. ഒരിക്കലും സമ്പത്തിനെ നാം അങ്ങനെ വെറുക്കരുത്. അത് വളരെ നല്ലതാണ് പല ആവശ്യങ്ങൾക്കും. വിജ്ഞാനം വളരെ 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 നല്ലതാണ്. സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ വിജ്ഞാനം കരഗതമാക്കണം. വിജ്ഞാനം എന്നുള്ളത് എല്ലാവർക്കും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കണം. വെറുതെ നമ്മുടെ മൊബൈൽ നോക്കി നമ്മുടെ സമയങ്ങളെ കളയുന്നത്, സമയങ്ങളെ കൊല്ലുന്നത് ഒരിക്കലും ഉചിതമല്ല, നന്നേ അല്ല. അതുകൊണ്ട് നാം എല്ലാവരും കഴിവതും വിജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അത് നമുക്ക് നേരെ പഠിച്ചിട്ടുമാകാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല ക്ലാസ്സുകൾ എൻ്റേത് എന്നല്ല ഞാൻ പറയുന്നത്, പലരുടേതും എൻ്റേതടക്കം പലരുടേതും നല്ല ക്ലാസ്സുകൾ കേട്ട് അത് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും വിജ്ഞാനങ്ങൾ, അറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ലത് ചെയ്യുവാൻ, നന്മ ചെയ്യുവാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.